എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ആരിഫ് ഹുസൈൻ തെരുവത്താണ്. ആരിഫ് നമസ്കാരം. നമസ്കാരം. നമ്മൾ കുറെ നാളായി ആരിഫ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ തന്നെ സുപ്രീം കോടതിയിൽ റേസ് ചെയ്തിരിക്കുകയാണ്. ഹലാലാണ് വിഷയം. സോളിസിറ്റർ ജനറൽ UP-യിൽ എക്സ്പോർട്ട് ചെയ്യുന്ന വിഭവങ്ങൾക്കൊഴികെ ബാക്കിയുള്ള വിഭവങ്ങൾക്കെല്ലാം തന്നെ ഹലാൽ സർട്ടിഫിക്കേഷൻ വേണ്ട എന്നൊരു നിയമം പാസ്സാക്കിയതിനെതിരെ വന്നിട്ടുണ്ടായിരുന്ന കോർട്ടിലേക്ക് എത്തിയ ഒരു ഹർജിയുടെ മേലുള്ള വാദങ്ങൾക്കിടയിലാണ് സോളിസിറ്റർ ജനറൽ പറയുന്നത് ഇത് എന്താണ് സംഭവിക്കുന്നത്. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് ഹലാല് കൊടുക്കുന്നത് ഓക്കെ, എന്നാൽ പിന്നെ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾ, അത് സിമന്റ് ആയിക്കോട്ടെ, അത് ഇരുമ്പായിക്കോട്ടെ, എല്ലാത്തിനും ഹലാൽ സർട്ടിഫിക്കേഷൻ. ഇനി അതും പോട്ടെ, വെജിറ്റേറിയൻ എന്താ പറയാ വസ്തുക്കളായിട്ടുള്ള ആട്ടയ്ക്കും കടലയ്ക്കും വരെ ഹലാൽ സർട്ടിഫിക്കേഷൻ. ഇതെന്താണ്? മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടൊരു ബിസിനസ് സാധ്യതയെ കുറിച്ചും അദ്ദേഹം മെൻഷൻ ചെയ്യുന്നുണ്ട്. ആരിഫ് കണ്ടിരുന്നു സോളിസിറ്റർ ജനറലിന്റെ പ്രസ്താവന? താങ്കൾ കുറെ നാളെ പറയുന്നതാണ്. താങ്കൾ പറഞ്ഞത് അദ്ദേഹം റീഫ്രേസ് ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. എന്താണ് ഹലാൽ? സത്യത്തിൽ എല്ലാത്തിനും ചാർത്തി കൊടുക്കാൻ പറ്റുന്ന ഒന്നാണോ ഹലാൽ? എന്തിനും ചാർത്തി കൊടുക്കാന്ന് മാത്രമല്ല, അതൊരു നമ്പർ 1 ഒരു ബിസിനസ് തന്ത്രമാണ് എന്നാണ് നമ്മളെപ്പോഴും പറയാറുള്ളത്. മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ തങ്ങളുടെ പ്രൊഡക്റ്റിലേക്ക്, അതെന്തും ആകാം, അതിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇസ്ലാമിക് ടാഗ്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഞമ്മൻ്റെ സാധനമാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന പരിപാടി. ഇതാണ് സത്യത്തിൽ ഈ പറയുന്ന ഹലാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മളുടെ നാട്ടിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഈവൻ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പോലും ഹലാൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അവർക്ക് അറിയുന്നില്ല. അതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അവരെ സംബന്ധിച്ചിടത്തോളം കോഴി വാങ്ങിക്കുമ്പോൾ അത് അറുത്ത് വാങ്ങിക്കണം, പോത്തിറച്ചി വാങ്ങിക്കുമ്പോൾ അത് അങ്ങനെയുള്ള സ്ഥലത്തു നിന്ന് വാങ്ങിക്കണം എന്നതിനപ്പുറത്തേക്ക് ഹലാൽ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊന്നും അവർ കൂടുതലൊന്നും ആലോചിക്കാറില്ല. പക്ഷേ ഇത് ആലോചിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ കൃത്യമായിട്ട് അവർ ഇംപ്ലിമെൻ്റ് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ് അവർ റീപ്പ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഭാഗമാണ് ഇപ്പം നമ്മൾ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, അപ്പാർട്ട്മെൻറ്റ് അവർ പരസ്യം ചെയ്ത സമയത്ത് ഹലാൽ അപ്പാർട്ട്മെൻ്റ് എന്നാണ് അതിനവർ പരിചയപ്പെടുത്തിയത്. അതേപോലെ മറ്റ് പല സംഗതികളിലും അവർ അത്തരം ടാഗുകൾ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. MBBS കുറിച്ച് നമ്മളൊരു പരസ്യം കണ്ടു, MBBS കൊടുക്കുന്നത് സംബന്ധിച്ച്. അതിനെയും നമ്മളിവിടെ വിലയിരുത്തിയത് ഹലാൽ MBBS എന്നുള്ള രീതിയിലാണ്. എന്നുവെച്ചാൽ അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി, മുസ്ലിം അന്തരീക്ഷത്തിൽ എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു വെക്കുന്നു. അപ്പോൾ മുസ്ലിങ്ങളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അതൊരു കച്ചവട സാധനം എന്നുള്ള നിലയ്ക്ക് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നൊരു സംഗതിയാണ് ഈ പറയുന്ന ഹലാൽ എന്ന് പറയുന്ന ഒരു സംഗതി. താങ്കൾ വർഷങ്ങളായി ഇതിനെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിന്റെ ഒരു ബിസിനസ് സാധ്യത എന്നതിനേക്കാൾ അത് രണ്ടാമത്തെ ഘട്ടമാണ്. മാത്രമല്ല ഹലാൽ എന്ന രീതി കൊണ്ട് ഒരു സമൂഹത്തിൽ, അതായത് മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തിനെ നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോട്ടെ എന്നുള്ളതാണ്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം, പണ്ടില്ലാത്ത വിധത്തിൽ ഇവിടെ ഒരു എന്താ പറയാ ആളുകൾക്കിടയിൽ എന്താ പറയാ അതിരുകൾ തിരിക്കുന്നത് പോലെ ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച അൽമുക്താദർ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മുടെ ആളുകൾ അത് വേറെ എന്ന് കാണിക്കുന്ന രീതിയിലുള്ള വരുന്നു. മാത്രമല്ല ഇപ്പം ഹലാൽ മെഡിസിൻ എന്താ പറയാ വിദ്യാഭ്യാസം അവിടെ കാണിക്കുന്നത് ആണ് യഥാർത്ഥത്തിൽ ഉള്ള ഇസ്ലാം എന്ന രീതിയിൽ ഉള്ളൊരു അതിലേക്ക് പോയാൽ മാത്രമാണ് സ്വർഗം കിട്ടുക എന്നുള്ളൊരു ഇത്. അപ്പൊ ഇങ്ങനെയുള്ളതിനെ നമുക്കൊരു മതപരമായ ചില ആളുകളുടെ താല്പര്യങ്ങൾ മാത്രം ആണെന്ന രീതിയിൽ പറഞ്ഞുകൂടെ? തീർച്ചയായിട്ടും അതിന്റെ പിന്നിലൊരു മതപരമായ ഒരു ആംഗിൾ ഉണ്ട്. ആ മതപരമായ ആംഗിളിനെ കച്ചവടവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഇവിടെ 2 കൂട്ടം ആളുകളാണുള്ളത്. ഓക്കെ, ഒന്ന് ഈ സ്റ്റിക്കർ ഒട്ടിച്ച് സാധനം വിൽക്കാൻ വെക്കുന്ന ആളുകൾ. അതെന്ത് സാധനമാകാം, അപ്പാർട്ട്മെൻറ്റും ആകാം, സിമെൻറ്റും ആകാം, പോത്തിറച്ചിയാകാം. ഇനി ഇതുപോലെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ചില മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിതൊന്നും കാര്യമാക്കില്ല. അവർ ഇറച്ചിന് അപ്പുറത്തേക്ക് ഹലാൽ ചകഞ്ഞു നോക്കുന്ന ആളുകളല്ല. എന്നാൽ ഒരു കൂട്ടം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യുമ്പോഴും അത് ഹലാലാണോ എന്ന് ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു കൂട്ടം മുസ്ലിങ്ങളുണ്ട്. എങ്ങനെയാണ് നമ്മളെ സമൂഹത്തിലുള്ള മുസ്ലിങ്ങൾ ഇങ്ങനെ എന്തിലും ഏതിലും ഹലാലാണോ എന്ന് ചകഞ്ഞു നോക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നത്? ഇതാണ് നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ചർച്ച എവിടെയും പോകുന്നില്ല എന്നുള്ളതാണ്, അങ്ങോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് നമ്മളൊരു കാര്യം. അവിടെ മനുജ അത് ചോദിക്കുമ്പോൾ വളരെ ക്ലിയറാണ്, അത് വളരെ അത്യാവശ്യം വേണ്ട ഒരു ചോദ്യം തന്നെയാണ്. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. അതായത് നമ്മളെ നാട്ടിലെ മുസ്ലിങ്ങൾ ഇങ്ങനെ ഒന്നും ചോദിച്ചായിരുന്നില്ല ഇവിടെ സിമന്റ് വാങ്ങിയിരുന്നതോ പന്നിയിറച്ചി കഴിക്കാതിരിക്കുക. നമ്മുടെയൊക്കെ ഇടയിൽ എന്റെ കൂടെ പഠിച്ചിരുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് കുറച്ച് 5-10 വർഷം മുന്നേ ഉള്ള കാര്യമാണ്. 5-6 വർഷത്തിനിടയിൽ എന്റെ ഒരു മുസ്ലിം സുഹൃത്ത് ആകെ കഴിക്കാതിരുന്നത്, ഞാൻ കൊണ്ടുവന്ന് ചോറ്റുപാത്രത്തിൽ ഒരു സൈഡിൽ പന്നി ഉണ്ടെങ്കിൽ
അത് കഴിക്കാതെ അതിന്റെ മാറ്റിയിട്ട് ബാക്കിയെടുത്ത് കഴിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമാണ്. അതെ ആ അതെ രീതിയിൽ അത്രയധികം ഞാൻ പറയാം ക്ലാസിഫൈ ചെയ്യുന്ന ആളുകളെ എന്നുള്ളതാണ്. Yeah. അപ്പോൾ ഇവിടെ ഇവിടെ സംഭവിക്കുന്നത് ഒരു വർദ്ധിച്ച ഒരു ഇസ്ലാമൈസേഷൻ ഇവിടെ നടക്കുന്നുണ്ട്. ഉം. നമ്മൾ സാധാരണ ഹിജാബിൻ്റെ വിഷയത്തിൽ ഇത് പറയാറുണ്ട്. ഒരു 50 വർഷം മുന്നേ ഉള്ള അല്ലെങ്കിൽ ഒരു 100 വർഷം മുന്നേ ഉള്ള ചില ചിത്രങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട്, മുഹമ്മദ് അലി ജിന്നയോടൊപ്പം ഇരിക്കുന്ന പെൺകുട്ടികൾ അവരുടെ തലയിൽ എവിടെ ഹിജാബ് എന്ന് നമ്മൾ ചോദിച്ചു. അതല്ലെങ്കിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ കളി കാണാൻ വന്ന ആ ജനക്കൂട്ടത്തിൽ സ്ത്രീകളിരിക്കുന്നു, അവരുടെ തലയിൽ എവിടെ ഈ പറയുന്ന ഹിജാബ്, അവിടെ എവിടെയും കാണുന്നില്ലല്ലോ, എന്നാൽ ഇന്ന് അങ്ങനെയല്ലല്ലോ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ പറയുന്നുണ്ട്. അതായത് പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല, ഇന്ന് ഇങ്ങനെയാണ്. പണ്ട് ഇസ്ലാം ആളുകൾ കൂടുതൽ എടുത്തിരുന്നില്ല, ഇന്ന് കൂടുതൽ ആളുകൾ ഇസ്ലാം എടുക്കുന്നു എന്ന് വരുമ്പോൾ അവിടെ ഒരു ചോദ്യം കൂടിയുണ്ട്. ഈ ഹലാൽ ആയിട്ടുള്ള സിമന്റ് മേടിക്കുന്ന ഞാനൊരു മതവിശ്വാസിയല്ല, നിരീശ്വരവാദിയാണ്. എന്റെ പണം സ്വീകരിക്കുന്നതിൽ അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഹലാൽ നോൺ ഹലാൽ മണിയാണല്ലോ അപ്പൊ എന്റേത്. ഇല്ല, അതാണ് ഇതിലൊരു കാര്യം. അതായത് നമ്മളൊരു സാധനം വിൽക്കുന്ന സമയത്ത് ആ വാങ്ങുന്ന ആളുടെ വിഷയം അവിടെ പ്രശ്നമായിട്ട് കണക്കിലെടുക്കുന്നില്ല. അതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. അതേസമയം ഇപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നതും ഇപ്പോൾ ഇതുപോലുള്ള സംഗതികൾ ഇപ്പോൾ ഹലാൽ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇപ്പോൾ കച്ചവടത്തിൽ വരുമ്പോൾ അവിടെ പ്രധാനമായിട്ടൊരു ഉദ്ദേശം പറയുന്നത് നമ്മളത് കട്ട മുതലാകാൻ പാടില്ല, അതല്ലെങ്കിൽ വേറൊരാളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചതാകാൻ പാടില്ല, കൈക്കൂലി വാങ്ങിയതാകാൻ പാടില്ല, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഇത് അവിടെ ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ ഒരു ആംഗിൾ അതിനുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല ഇതിൽ പ്രധാനമായിട്ട് കാര്യമായിട്ട് കാണുന്നത്. ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ നമ്മളൊരു സാധനം വാങ്ങി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത്, നമുക്കത് ഉപയോഗപ്പെടുത്തുന്ന സമയത്ത് അത് ഹലാലായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രൈമറി കൺസേൺ. പിന്നെ അതിനപ്പുറത്തുള്ള ആ കൺസേൺ അത് അധികം ആരും ഉന്നയിക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ ചൂഴ്ന്ന് നോക്കിക്കഴിഞ്ഞാൽ അതും പാടില്ല എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇപ്പോൾ ഞാൻ എവിടെന്നെങ്കിലും ഒരു പലിശയിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടു, അതുകൊണ്ടുണ്ടാക്കുന്ന ആ പലിശ, ആ പണമാണ് ഞാൻ എടുത്തിട്ട് ഇവിടെ ഹലാൽ കടയിൽ പോയിട്ട് കോഴിയിറച്ചി വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കോഴിയിറച്ചി എനിക്ക് വിൽക്കുമ്പോൾ അയാൾക്ക് കിട്ടുന്ന പണം എൻ്റെ കയ്യിൽ വന്നു ചേർന്ന പലിശ പണമാണ്. അത് സത്യത്തിൽ ഇദ്ദേഹത്തിന് ഹറാമായിട്ട് ഗണിക്കേണ്ട പണമാണ്. പക്ഷെ അങ്ങനെയൊന്നും ആരും അതിലേക്കൊന്നും പോകാറില്ല. ഇനി അങ്ങനെ പോകുന്ന ആളുകളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അവർ ആട് മേയ്ക്കാൻ പോകുന്നത്. കാരണം അവർക്ക് ഇതെല്ലാം വിട്ട് ഇതിൽ നിന്നെല്ലാം ഡിറ്റാച്ച് ചെയ്തിട്ട് ജീവിക്കണമെന്ന ഒരു ഉത്തമമായ ആഗ്രഹം വരും. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഈ മുസ്ലിം ആയിട്ടുള്ള ആളെ നമ്മൾ ഒരു കാറ്റഗറൈസ് ചെയ്യുക, ഒരു സ്റ്റേജ് വൈസ് നമ്മൾ കണക്കാക്കുമ്പോൾ ഒരു 5 സ്റ്റേജിൽ നമ്മൾ ഇതിനെ കണക്കാക്കും. ഇതിൽ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സാധാരണ ജനിച്ചു വീണതിൻ്റെ പേരിൽ മുസ്ലിമായി പോയതിൻ്റെ പേരിൽ മുസ്ലിമായിട്ട് ജീവിക്കുന്ന ആൾ. അവർക്ക് ഇതിൽ കുറച്ച് പോത്തിറച്ചി വാങ്ങുമ്പോൾ ഹലാലാകണം എന്നതിനപ്പുറത്തേക്ക് ഇതേപോലെ സിമൻറ്റ് വാങ്ങുമ്പോൾ ഹലാലാകണമെന്നോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ലെവലിലൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരു ഒരു അന്വേഷണമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിർബന്ധ ബുദ്ധിയും ഇല്ല. അതേസമയം ഒരു സ്റ്റേജ് 3, 4, 5 ഒക്കെ ആയി കഴിയുമ്പോൾ അവിടെ 3 ഒക്കെ ആവുന്ന സമയത്ത് ഇത് അന്വേഷണം കൂടുതലായിരിക്കും. എന്തിലും ഏതിലും ഹലാൽ വേണമെന്നത് നിർബന്ധം വരും. 5 ആകുമ്പോൾ അവൻ തിരിച്ചറിയും ഇവിടെ അങ്ങനെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ അവൻ്റെ മുന്നിലുള്ള വഴി ഒന്നുകിൽ ഇത് ഇസ്ലാമിക രാജ്യമാക്കുക, അല്ലെങ്കിൽ എവിടെയാണോ ഇസ്ലാമികമായിട്ട് ജീവിക്കാൻ കഴിയുക അങ്ങോട്ടേക്ക് ആട് മേയ്ക്കാൻ പോവുക. ഇതാണ് അവൻ്റെ മുന്നിലുള്ള വഴി. ഇതാണ് നമ്മൾ ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഈ വിഷയം ഈ വിഷയം നമ്മൾ പറയുമ്പോൾ ഇത് കറങ്ങി തിരിഞ്ഞ് എത്തുന്നത് എവിടം വരെയാണെന്ന് ആലോചിച്ച് നോക്കൂ. തീവ്രവാദത്തിലേക്ക് വരെയാണ് ഇതിൻ്റെ ആ ഒരു ഉദ്ദേശം. എങ്ങനെ ആളുകൾ ഹലാലിനെ കുറിച്ച് ഒബ്സസ്ഡ് ആകുന്നു എന്നുള്ളത് അന്വേഷിച്ച് വരുമ്പോൾ അത് തീവ്രവാദത്തിലേക്ക് വരെ എത്തുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കിതിനെ കാണാൻ കഴിയുന്നുള്ളതാണ്. ഞാൻ അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ നടത്തിയതിൽ ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഹലാൽ ഒബ്സഷൻ എന്ന് പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട ഫീച്ചറാണ് ഈ പറയുന്ന തീവ്രവാദത്തിലേക്ക് ഇത് എവിടെ നിന്ന് വരുന്നു എന്നൊരു ചോദ്യം കൊണ്ട്. ഇപ്പോ ഇത് ഇന്ത്യയിൽ നമ്മളിപ്പോ നമുക്ക് പരിസരങ്ങളിൽ അറിയുന്നത് ഇപ്പോഴാണ്. കേരളത്തിലേക്ക് വന്നത് വളരെ കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ. ഇത് സത്യത്തിൽ സൗദി അടക്കമുള്ള രാഷ്ട്രങ്ങൾ മാറുന്ന ഒരു സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി എന്താ പറയാ അവരുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ കുറച്ചുകൂടെ വൈവിധ്യവൽക്കരണം വേണമെന്ന് പറയുന്ന ഘട്ടങ്ങളിലൊക്കെ, അല്ലെങ്കിൽ ഈ ഗ്ലോബലൈസേഷന്റെ കാലത്ത് പല ആളുകളും പലയിടങ്ങളിൽ പോയി ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്ന ഈ കാലഘട്ടങ്ങളിൽ ഇത് ഇന്നത്തെ കാലത്ത് ഏതൊക്കെ രാഷ്ട്രങ്ങളെയാണ് ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്? ഇത് എവിടെ നിന്ന് വരുന്ന ഇതൊന്നാണെന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ ഇതിന്റെ ഒരു. ഇതിൽ സൗദിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അറബ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും ഇതൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് കച്ചവടം ചെയ്യുന്ന ആളുകൾ ഒരു വശത്തുള്ളതുപോലെ തന്നെ ഇത് ആവശ്യപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ വേറെയുണ്ട്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഈ സാധനം അവിടെ ഫുൾഫിൽഡ് ആവുന്നത്. ഇതിൻ്റെ ആ ഒരു കച്ചവടം എന്ന് പറയുന്ന സാധനം നടക്കുന്ന അവിടെയാണ്. ഇത് വാങ്ങിക്കാൻ അങ്ങനെ ആളില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കാനും അധികം ആളുകൾ ഉണ്ടാവില്ല.
അതാണല്ലോ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതെ, ഇത് അങ്ങനെ മാർക്കറ്റിംഗ് രീതി. അങ്ങനെ വാങ്ങിക്കാൻ ഒരാളുണ്ട് ഇവിടെ, ഒരു മുസ്ലിം സമുദായം അങ്ങനെ ഇത് ഫോക്കസ് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചില മീറ്റ് പ്രൊഡക്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്. അത് ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ തമാശയാണ്. കാരണം പന്നിയിറച്ചി പോലും പാക്ക് ചെയ്തിട്ട് അതിന് ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വിൽക്കുന്ന കാഴ്ച നമ്മൾ ലോകത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെ അത് വലിയ ചർച്ചയായിട്ടുണ്ട്. പന്നിയിറച്ചി ഹറാമാണെന്ന് അറിയാം, പക്ഷെ അതിൻ്റെ മുകളിൽ ഹലാൽ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഗോമൂത്രം അതിവിടെ ഇറക്കിയ സമയത്ത് അതിൻ്റെ ബോട്ടിൽ ഹലാൽ എന്ന സ്റ്റിക്കർ വന്നിട്ടുണ്ട്. അതിന് ഇവിടെ ചിത്രം ഇപ്പോഴും നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അങ്ങനെ കിട്ടാറുണ്ട്. അപ്പോൾ എന്താണ് ഇതിൽ ഉദ്ദേശം, അല്ലെങ്കിൽ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഇത് വാങ്ങിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഹലാൽ ഒബ്സഷൻ രണ്ട് കാര്യമാണ്. ഒന്ന്, ആ രീതിയിൽ അതിനെ ചൂഷണം ചെയ്തുകൊണ്ട് ബിസിനസ് വർദ്ധിപ്പിക്കുന്നു, അതിന് വേണ്ടിയിട്ടുള്ള കരുക്കൾ നീക്കുന്ന ഒരു വലിയൊരു ഒരു സ്ട്രാറ്റജി ഒരു വശത്ത്. രണ്ട്, ഈ സമൂഹത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വർദ്ധിച്ച ഇസ്ലാമൈസേഷൻ. ഇത് രണ്ടുമാണ് ഇതിനെ സിഗ്നൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഇതിനെ നമ്മൾ ചർച്ചയാക്കുന്ന സമയത്ത് ചില ആളുകൾ വന്നിട്ട്, ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. അതായത് ഇങ്ങനെ ഇതൊന്നും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കേണ്ട കാര്യമില്ല, ഹലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷിക്കാൻ കഴിയുന്ന സാധനം, നല്ല സാധനം എന്നേ അർത്ഥമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഒന്ന് ആ വിഷയത്തെ അങ്ങ് ലഘൂകരിക്കാനുള്ളൊരു ലക്ഷ്യം, അങ്ങനെ ഒരു ഉദ്ദേശം നമ്മൾ കാണാറുണ്ട്. ആ പറയുന്ന ആളുകൾ ആര് തന്നെയായാലും, മുഖ്യമന്ത്രിയാണെങ്കിലും പിണറായി വിജയനോട് അടക്കം നമ്മൾ ചോദിക്കുന്ന കാര്യം ഇതാണ്. വളരെ ക്ലീനായിട്ടുള്ള, നല്ല വൃത്തിയുള്ള, കഴിക്കാൻ സ്വാദുള്ള, ഒരു പ്രശ്നവുമില്ലാത്ത നല്ല അസൽ പോത്തിറച്ചി അത് കുമാരനേട്ടൻ ഉണ്ടാക്കിയാൽ, കുമാരനേട്ടൻ്റെ വീട്ടിലിട്ട് അറുത്ത ഒരു പശുവാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോത്താണെന്നുണ്ടെങ്കിൽ അത് ഹലാലല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി അത് ഹലാലാകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കുമാരേട്ടന് പകരം അത് മിനിമം ഒരു ജോസഫോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജൂതനോ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പോലും മുസ്ലിമിന് വേണമെങ്കിൽ കഴിക്കാം. ഓക്കെ, അതായത് വേദക്കാരായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോഴും അവിടെ ഒരു മതത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് കഴിക്കാൻ നല്ലത്, ഗുണമുള്ളത് എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. എത്ര ഗുണമുള്ളതാണെന്നുണ്ടെങ്കിലും അത് ബഹുദൈവ ആരാധകനാണ് അർത്ഥത്, അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയാണ് അർത്ഥത് എന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ പറ്റില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അത് ഹറാമാണ്, അത് ഹലാലല്ല എന്നാണ് പഠിപ്പിക്കുന്നത്. ഇതാണ് ഇതിലൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതൊരു തട്ടിപ്പാന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മനുജയുടെ ആ ചോറ്റുപാത്രത്തിൽ ഒരു കഷ്ണം പന്നിയിറച്ചിയുണ്ട്, അത് ഒരു മുസ്ലിമിന് കൊടുക്കുമ്പോൾ അത് പന്നിയിറച്ചിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ കഴിക്കില്ല എന്ന് നമ്മൾ പറയുമ്പോൾ, സപ്പോസ് ഇതറിയില്ല, മനുജയ്ക്കും അറിയില്ല, ആ കഴിക്കാൻ പോണ ആൾക്കും അറിയില്ല ഇത് എന്ത് ഇറച്ചിയാണെന്ന്. പക്ഷേ ഇതെന്തോ ഒരു ഇറച്ചിയാണെന്ന് മാത്രം അറിയാം. എന്താണ് ഒരു മുസ്ലിമിൻ്റെ മുന്നിലുള്ള പോംവഴി? നിങ്ങൾക്ക് ഒരാൾ സ്നേഹപൂർവ്വം കുറച്ച് മാംസം തരികയാണ്. അപ്പോൾ മുഹമ്മദ് നബി പഠിപ്പിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, അങ്ങനെ നിങ്ങൾ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബിസ്മീൻ ചൊല്ലി അങ്ങ് കഴിച്ചോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതലൊന്നും അന്വേഷിച്ച് നിൽക്കേണ്ട എന്നാണ്. അപ്പോൾ നിങ്ങളുടെ മുന്നിലുള്ള ഇറച്ചി അത് പന്നിയിറച്ചി പോലും ആണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് അറിയില്ല എന്തിറച്ചിയാണെന്നുള്ളത്. പക്ഷേ നിങ്ങൾ ധരിക്കുകയാണ് ഇത് പോത്തിറച്ചിയാണെന്ന് നിങ്ങൾ ധരിക്കുകയാണ്. എന്നാൽ പോലും ഇത് അറുത്തിട്ടുണ്ടോ ഇല്ലയോ, ഇത് ഹലാലാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ പോലും നിങ്ങൾക്കത് ബിസ്മീൻ ചൊല്ലി കഴിക്കാം എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹറാമായ ഒരു സാധനത്തെ ഹലാലാക്കാൻ കഴിയും. എങ്ങനെ? ബിസ്മി ചൊല്ലിയാൽ മതി എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഈ സാധനം. ഇതിനെയാണ് മുസ്ലിങ്ങൾ ഇതെന്തോ വലിയ സംഭവമായിട്ട് കൊണ്ടു നടന്ന് ഇതിൽ ഒബ്സസ്ഡ് ആകുന്നത്. അവിടെയാണ് ഈ ഇസ്ലാമൈസേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒരു ഒബ്സഷൻ വളരുമ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കപ്പെടുന്നത്. ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയുകയാണ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു സാധനമാണ്, ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കണ്ടു, ഈ ക്രിപ്റ്റോ കറൻസി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും ഹലാലായിട്ടുള്ള ഒരു കറൻസി അല്ലെങ്കിൽ ഒരു ഇടപാട് നടത്താൻ പറ്റിയ ഒരു വിനിമയ മാർഗം എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസിയാണ്. നമ്മുടെ നോട്ട്, ചില്ലറ എന്നൊക്കെ പറയുന്ന സംഗതി അത് ഹറാമാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ തീവ്രവാദികളായിട്ടുള്ള ആളുകൾ പോലും അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം ഈ ക്രിപ്റ്റോ കറൻസി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. കാരണം അതിനൊരു അനോണിമിറ്റി ഒരു ഫാക്ടറും കൂടിയുണ്ട്. ഇത് എവിടുന്ന് അങ്ങോട്ട് പോയി, അതുപോലെ അങ്ങനെ കുറച്ച് ഗുണങ്ങൾ എളുപ്പമുള്ളത് കൊണ്ട്, പിന്നെ ബാങ്ക് ത്രൂ ഒന്നും അല്ലല്ലോ ഇതിൻ്റെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി എളുപ്പത്തിൽ അവർക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ്. പിന്നെ ഇത് ഇൻഹറൻ്റ്ലി ഇത് ഹലാലുമാണ് എന്നതുകൊണ്ട് കുറച്ചും കൂടി അവർക്ക് പ്രിയം ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസി. അപ്പോൾ അവരും അതിനെ അളന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് ഹലാലാണോ ഹറാമാണോ എന്ന് നോക്കിയിട്ടാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഏതിലും നിങ്ങൾക്കിത് കാണാൻ പറ്റും. ഇപ്പോൾ ഇൻ്റർനെറ്റ്, ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുതിയ തലമുറ ഉസ്താദുമാർ മുഴുവൻ ഇരുന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക. വീഡിയോ എടുക്കുന്നത് ഹലാലാണോ ഹറാമാണോ, എക്സസൈസ് ചെയ്യുന്നത് ഹലാലാണോ ഹറാമാണോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. അപ്പോൾ ഇതിൽ ഏത് സാധനം എടുത്തു കഴിഞ്ഞാലും അത് സിമൻറ്റിൽ, പോത്തിറച്ചിയിൽ, കോഴിയിറച്ചിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന സാധനം അല്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. യെസ്, ഇതൊരു ഒബ്സഷൻ്റെ ഭാഗമാണ്.
ഇതിനകത്ത് വേറൊരു കുറച്ച് വശങ്ങളുണ്ടല്ലോ. ഇപ്പൊ ആരിപ്പം പറഞ്ഞു പോയതിൽ കൂടുതലുണ്ട്. ഇപ്പം മോഷ്ടിച്ച മുതൽ ഉം. പറ്റില്ല, അങ്ങനെയുള്ള കുറച്ച് നല്ല വശങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരുന്നില്ലേ? ആ ഒരു അർത്ഥത്തിൽ നോക്കിയാൽ ഒരു റേഷ്യോ ഒരു 50% കുറച്ച് നല്ലതല്ലേ? ശരി. അങ്ങനെ മോഷ്ടിക്കാത്ത നല്ല അസൽ പോത്തിറച്ചി അത് കുമാരനേട്ടൻ അറുത്താൽ അത് ശരിയാവുമോ? മുസ്ലിം കഴിക്കുമോ? മുസ്ലിം കഴിക്കില്ല. മുസ്ലിം അത് വേസ്റ്റ് ആക്കേ ഉള്ളൂ. അപ്പോൾ ആ സാധനം വേസ്റ്റ് ആയില്ലേ? അപ്പോൾ നിങ്ങൾ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും അത് ഇങ്ങനെയാണ് സാധനം എന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറയുന്നു, ഇന്ത്യ പോലുള്ള ബഹുസ്വര ഒരു രാജ്യത്ത് നമുക്ക് വേണ്ടത് എന്താണ്? FSSAI പോലെയുള്ള ഇതിനെയൊക്കെ സർട്ടിഫൈ ചെയ്യുന്ന ഒഫീഷ്യൽ ബോഡീസ് ഉണ്ട്. അവരുടെ പണി അവരെടുക്കട്ടെ. അപ്പോൾ അവർ തീരുമാനിക്കും ഇത് ഭക്ഷ്യയോഗ്യമാണോ അല്ലയോ എന്നുള്ളത് അവർ നോക്കട്ടെ. അതാണ് അതിൽ ചെയ്യേണ്ടത്. ഇനി അതല്ലാതെ ഇനിയിപ്പോൾ മറ്റേ എന്താണ് എവിടെന്നെങ്കിലും തട്ടിക്കൊണ്ട് വന്നതാണോ അതല്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും പിടിച്ചു പറിച്ചിട്ട് വാങ്ങിച്ചാണോ, ഇതൊക്കെ നോക്കേണ്ട ബോഡീസ് വേറെ ഇല്ലേ? സെയിൽസ് ടാക്സിൻ്റെ ആളുകൾ, GSTയുടെ ആളുകൾ, അവർ നോക്കട്ടെ. അവർ മിന്നൽ പരിശോധനകൾ നടത്തിയിട്ട് അവർ കണ്ടെത്തട്ടെ എവിടെ നിന്നാണ് ഇതിൻ്റെ സ്റ്റോക്ക് വരുന്നത്, അത് GST പേ ചെയ്തിട്ടുള്ള സാധനമാണോ നിങ്ങൾ ഇത് ഇവിടെ സെല്ല് ചെയ്യുന്നത് എന്നൊക്കെ അവർ നോക്കട്ടെ. അതല്ലേ ചെയ്യേണ്ടത്. അതല്ലാതെ ഈ പിടിച്ചു പറിച്ചതാണോ എന്ന് ഒക്കെ നോക്കേണ്ട അങ്ങനെയല്ലല്ലോ ഇത്. ഇനി അങ്ങനെ നമ്മൾ പറഞ്ഞാൽ തന്നെ ഇന്നത്തെ കാലത്ത് ഈ തരം സംഗതികൾ മോണിറ്റർ ചെയ്യാനും കൊള്ള നടത്തുന്നതും അല്ലെങ്കിൽ കള്ളക്കടത്ത് തടയാനുമുള്ള വഴികൾ അത് വേറെ ഉണ്ടല്ലോ. ഇന്ന് അത് തടയാനുള്ള വഴികളിലൂടെ നോക്കുകയല്ലേ വേണ്ടത്. ഇനി വേറൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് സപ്പോസ് ഹിന്ദു രാഷ്ട്രമായതിൻ്റെ പേരിൽ ഇവിടെ പോത്തിറച്ചി ബാൻ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കള്ളക്കടത്തിലൂടെ കൊണ്ടുവന്ന സാധനം ഹറാമാണെന്നാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഇസ്ലാമിൻ്റെ മറ്റൊരു ഫത്വയുണ്ട്. കാരണം പോത്തിറച്ചി എന്ന് പറയുന്നത് ഹറാമല്ല, അത് ഹലാലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മുസ്ലിം ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യയിലെ നിയമം നിങ്ങൾക്ക് പോത്തിറച്ചി ഡീൽ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളിപ്പോൾ സപ്പോസ് അത് ബംഗ്ലാദേശിൽ നിന്ന് കള്ളക്കടത്ത് നടത്തി ഇവിടേക്ക് കൊണ്ടുവന്ന് നിങ്ങളിവിടെ അതിനെ വിൽപ്പന നടത്തിയാൽ അത് ഇസ്ലാമിൽ ഹലാൽ തന്നെയാണ്. അപ്പോൾ ഇസ്ലാമിലെ പ്രശ്നം നിങ്ങൾ കഴിക്കുന്ന സാധനം ഹലാലാണോ ഹറാമാണോ എന്നുള്ളതാണ്. പന്നിയിറച്ചി നിങ്ങൾ അങ്ങനെ ചെയ്താൽ അത് ഹറാമാണ്. അതേസമയം പോത്തിറച്ചി നിങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ അത് കള്ളക്കടത്താണെങ്കിൽ പോലും മുസ്ലിം കടത്തിയതാണെങ്കിൽ പോലും അത് ഹലാലാണെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് ഫത്വകൾ പോയി നോക്കാവുന്നേ ഉള്ളൂ. ഇത് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഈ നാട്ടിൽ, നമ്മളുടെ നാട്ടിൽ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അത് ഇത്രമാത്രം മുസ്ലിങ്ങളുടെ ഇടയിൽ വ്യാപകമാകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. കാരണം അത് തടയാൻ മാത്രമുള്ള മതപരമായിട്ടുള്ളൊരു സാധനം ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ സ്വർണം ഹലാലാണ്, നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്നൊരു കമ്മോഡിറ്റിയാണ്. പക്ഷേ അത് കള്ളക്കടത്തിലൂടെ കൊണ്ടുവരേണ്ടി വരുന്നത് അത് ഇന്ത്യയിലെ നിയമത്തിൻ്റെ പ്രശ്നമാണ്, അത് ഇസ്ലാമിൻ്റെ പ്രശ്നമല്ല. അതുകൊണ്ട് പിടിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയം. പക്ഷേ സക്സസ്ഫുള്ളി നിങ്ങൾക്ക് കള്ളക്കടത്ത് നടത്താൻ കഴിഞ്ഞാൽ അത് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തടസ്സമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് ഡീൽ ചെയ്യാം എന്നത് തന്നെയാണ് ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തും ഇതുപോലെ വ്യാപകമാകുന്നതിന് കാരണം. അപ്പോൾ ഈ ഇറച്ചി ഹലാലാണ് എന്ന് പറയുമ്പോൾ അവർ പറയുന്ന ഈ കള്ളക്കടത്ത് എന്ന് പറയുന്ന ഒരു ഫാക്ടർ അത് ഇറച്ചിക്ക് ബാധകമല്ല എന്നുള്ളതാണ് നമുക്കവിടെ പറയാനുള്ളത്. അവസാനത്തെ ഒരു ചോദ്യം കൂടെ. ഇപ്പോ സ്വാഭാവികമായി എന്റെ കമന്റ് ബോക്സിൽ വരുന്ന ഒരു ചോദ്യമായിരിക്കും, അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മിൻസ് എന്താ പറയാ സാമ്പാർ പൊടി ഇറക്കുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ പല പല ബ്രാൻഡിൽ ഇറക്കുന്നുള്ളൂ, ഇപ്പൊ ജാതി പറഞ്ഞുകൊണ്ടുള്ള അതിനൊന്നും അപ്പൊ കുഴപ്പമില്ല, അല്ലെങ്കിൽ സംഘപരിവാർ ബീഫ് നിരോധിക്കുന്നതിന് പ്രശ്നമില്ല, പിന്നെ ഹലാല് മാത്രം നിങ്ങൾക്ക് പ്രശ്നമാകും, നിങ്ങൾ സംഖ്യ ആയതുകൊണ്ടല്ലേ എന്നൊരു ചോദ്യം. അതിന്റെ ഒരു മറുപടി കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പൂർണ്ണാർത്ഥത്തിൽ. സത്യത്തിൽ അങ്ങനെ ഒരു ബ്രാഹ്മിൻസ് അല്ലെങ്കിൽ പ്യുവർ വെജ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി ചെയ്യുന്നത് അതിനോട് എനിക്ക് യോജിപ്പില്ല, ഉള്ള കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. അതായത് അത് ഭക്ഷണത്തിൻ്റെ ഒരു സ്വാദ് ലക്ഷ്യം വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷേ അങ്ങനെയല്ല നമ്മുടെ നാട്ടിലും അത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ അടുത്ത് സ്വിഗ്ഗിയാണോ സൊമാറ്റോ ആണോ അവരിതേപോലെ ഒരു പരിപാടി ഒപ്പിച്ചു. അവരുടെ ഒരു ഡെലിവറി ബോയ്സ് അവർ പച്ച കളറിൽ, സാധാരണ സൊമാറ്റോ എല്ലാം റെഡ് കളറിലാണ് പോകുന്നത്, അപ്പോൾ അത് അവർ മാറ്റിയിട്ട് വെജിറ്റേറിയൻ സംഗതികൾ മാത്രം ഡീൽ ചെയ്യുന്ന ഒരു പ്യുവർ വെജ് ഒരു സംവിധാനം അവർ ഒരുക്കി. അതിന് വേണ്ടിയിട്ട് അവർ ഗ്രീൻ ആർമി പോലെ ഒരു സാധനം അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും അവസാനം അത് പിൻവലിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വന്നു. കാരണം അവരവിടെ കൊണ്ടുവെക്കുന്നത് ഈ പ്യൂരിറ്റൻ ആയിട്ടുള്ള ഒരു പ്യൂരിറ്റാനിസം എന്ന് പറയുന്ന ഒരു സംഗതി, ഒരു ശുദ്ധിവാദം അവിടെ കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ വെജിറ്റേറിയൻ എന്ന് പറയുന്നത് അതിപ്പോൾ കഴിക്കേണ്ട ആൾക്ക്, അത് കൊണ്ടുവരുന്ന ആൾ ഇപ്പോൾ ഇറച്ചി തിന്നുന്ന ആളാണെങ്കിൽ പ്രശ്നമാകേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഇവിടെ അതല്ല വരുന്നത്. ഇവിടെ ഒരു വെജിറ്റേറിയൻ ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവിടെ വെജിറ്റേറിയനും ഉണ്ട് നോൺ വെജിറ്റേറിയനും ഉണ്ട്, നിങ്ങൾക്ക് വെജിറ്റേറിയൻ ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം എന്ന് വരുന്നതും, അതിന് പകരം അവിടെ എന്താണ് നോൺ വെജേ ഇല്ല, അവിടെ ഉള്ള ആളുകൾ മുഴുവൻ വെജിറ്റേറിയൻസ് ആണ്, അവിടെ ഉള്ളവർ മുഴുവൻ ബ്രാഹ്മണന്മാരാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് വരുന്നത് തമ്മിൽ വ്യത്യാസമുണ്ട്.
നിങ്ങൾക്ക് ആ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടേസ്റ്റ് ആണോ നിങ്ങളുടെ സെലക്ഷൻ, ആ ചോയ്സ് ആണോ അവിടെ പ്രശ്നം, അതോ നിങ്ങൾ അതിലൂടെ പുറത്തേക്ക് വെക്കുന്ന ഒരു ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസപരമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി പരമായിട്ടുള്ള കാര്യമാണോ, അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അവിടെയാണ് നമുക്കിതിനെ എതിർക്കേണ്ടി വരുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ ഹലാലായാലും ശരി, അതൊരു ഐഡൻറ്റിറ്റിയാണ്. ഈ പ്യുവർ വെജ് എന്ന് പറഞ്ഞിട്ട് വെക്കുന്നതായാലും അതും ഒരു ഐഡൻറ്റിറ്റി ആയിട്ടാണ് വരുന്നത്. അതാണ് പ്രശ്നം. ഇനിയിപ്പോൾ ബ്രാഹ്മിൻസ് അച്ചാറ് പൊടിയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനമാണെന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് വാങ്ങിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മളത് ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ ഏതെങ്കിലും കാക്കാനാണെങ്കിൽ പോലും ബ്രാഹ്മിൻസ് എന്ന് പറഞ്ഞിട്ട് പേരിട്ടാൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. നമ്മളതിൻ്റെ ക്വാളിറ്റിയാണ് നമ്മൾ നോക്കുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഓക്കെ, അത് അവരുടെ ഒരു ബ്രാൻഡ് വാല്യൂ എന്നുള്ള രീതിയിൽ അത് എടുക്കുന്നത്. പക്ഷേ അപ്പോഴും അതൊരു റോങ് മെസ്സേജാണ് കൊടുക്കുന്നത്. കഴിയുന്നതും അത്തരത്തിലുള്ള ഐഡൻറ്റിറ്റി ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് ഈ സംഗതി ചെയ്യുന്നത് ഇത് ശരിയല്ല. നമ്മുടെ നാട്ടിലത് നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിന് പ്രത്യേക ടാക്സ് പോലും ചാർജ് ചെയ്ത് ഒരു പ്രത്യേക, നമ്മളിപ്പോൾ ഓർഗാനിക് ഫുഡിനൊക്കെ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരുന്ന മാതിരി ഇതുപോലുള്ള സാധനങ്ങൾക്ക് കൂടുതൽ ചാർജ് ചെയ്യണം. ഇതുപോലുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്ത സാധനങ്ങൾക്ക് സാധാരണ റേറ്റ് കൊടുക്കുക. അപ്പോൾ ആളുകൾ അതിലേക്ക് പോകുമ്പോൾ പതിയെ ഇത്തരം എന്താ പറയുക, ആവശ്യമില്ലാത്ത സമൂഹത്തിൽ ഈ മതം കുത്തിത്തിരുകുന്ന രീതിയിലുള്ള, ഭക്ഷണത്തിൽ വരെ മതം തിരുകുന്ന രീതിയിലുള്ള സംഗതികൾ അത് ആര് നടത്തിയാലും അത് അവിടെ തനിയെ നിൽക്കും. അതാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ആരിഫ് പറഞ്ഞത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സമൂഹത്തിൽ ഒരാളുടെ വിശ്വാസത്തിലേക്ക് നമ്മൾ കടന്നു കയറുന്നില്ല. അതവർക്ക് വിശ്വസിക്കാൻ എല്ലാവർക്കും അധികാരമുണ്ട്. പക്ഷെ അതിനെ ഈ രീതിയിലേക്ക് വളച്ചൊടിക്കുകയും അതിന് മതപരമായ ഒരു എന്താ പറയുക സവിശേഷ അധികാരം കൊടുക്കുകയും അതിനെ ഒരു മാർക്കറ്റിന്റെ തന്ത്രമായി ഉപയോഗിക്കുകയും ചെയ്യുന്നതിനെ തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യപ്പെടുന്നത്, പ്രത്യേകിച്ച് ഒരു ബഹുസ്വര സമൂഹത്തിൽ അത് ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിന് തീർച്ചയായും കാരണമാകും. അത് ഹലാൽ ആയിക്കോട്ടെ, നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മൾ ഇപ്പൊ എങ്ങനെയായെന്നുള്ള കാലഘട്ടം ഒരു 5-6 വർഷത്തിന്റെ ഒരു ഗ്യാപ്പിൽ മാത്രം പരിശോധിച്ചാൽ മതിയാകും ഇതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നത്. ഏതായാലും സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ സുപ്രീം കോടതിയിൽ പറഞ്ഞത് തീർച്ചയായിട്ടും അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു കമന്റ് ആണ്. ആരിഫിനെ പോലുള്ള എക്സ് മുസ്ലിംസ് നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മളിപ്പോൾ ഈ ഒരു വിഷയം പറയുമ്പോൾ ഈ പ്യൂർ വെജ് അല്ലെങ്കിൽ ബ്രാഹ്മിൻസ് അങ്ങനെ സാധനം ചേർക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അതായത് ഇതാരാണിത് തുടങ്ങി വെക്കുന്നത്? ഈ സമൂഹത്തിൽ ഇങ്ങനെ ഒരു ചിന്ത ഇല്ലാത്ത സമയത്ത് ഈ തരത്തിൽ ചിന്ത വെച്ചുകൊണ്ട് ഇതിലേക്ക് ഈ മതം ഭക്ഷണത്തിൽ കലർത്തുന്ന ഒരു ചിന്ത തുടങ്ങി വെക്കുന്നവരാണ്. അതും ഒരു മാർക്കറ്റബിൾ സാധനമാണ്, അതിനും ഒരു മാർക്കറ്റ് ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി മറ്റുള്ള ആളുകളെ കൊണ്ടും ഇത് ചെയ്യിക്കുന്നത് ആരാണ്? ഇതാണ് ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ ഫത്വ വെബ്സൈറ്റ് കൊടുക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് കാണാം ഒരു ചോദ്യമായിട്ട് വരുന്നുണ്ട്. അതായത് നിങ്ങളുടെ നാട്ടിൽ 2 ഇറച്ചിക്കടകളുണ്ട്. ഓക്കെ, ആ ഇറച്ചിക്കടയിൽ ഒന്ന് നടത്തുന്നത് ഒരു മുസ്ലിമാണ്, മറ്റൊന്ന് നടത്തുന്നത് അമുസ്ലിമാണ്. ഇതിൽ അമുസ്ലിം നമ്മളെ സുഹൃത്താണ്, പക്ഷേ മുസ്ലിം ആയിട്ടുള്ള ആൾ നിങ്ങൾക്ക് പരിചയമൊന്നുമില്ല. നിങ്ങൾ ഇതിൽ ആരുടെ അടുത്ത് നിന്നാണ് ഇറച്ചി വാങ്ങേണ്ടത്? ഒരു ചോദ്യമാണ് ഈ പറയുന്ന ഫത്വ വെബ്സൈറ്റിൽ വരുന്നൊരു ചോദ്യം. അപ്പോൾ ആ ഫത്വ കൊടുക്കുന്ന ആൾ അതിനുള്ള ഉത്തരം പറയുകയാണ്, നിങ്ങൾ ഇറച്ചി വാങ്ങേണ്ടത് മുസ്ലിമിൻ്റെ കയ്യിൽ നിന്നാണ് എന്നാണ് അതിന് ഉത്തരം കൊടുക്കുന്നത്. അപ്പോൾ എന്തായി? അത്ര നാളും അയാൾ ഇതൊന്നും ആലോചിക്കാതെ ആ അമുസ്ലിമായ ആളുടെ കടയിൽ നിന്നും കോഴിയിറച്ചി വാങ്ങി കഴിച്ചിരുന്ന ആളാണ്. പക്ഷേ ഇനി മുതൽ അയാൾ എവിടെ നിന്ന് വാങ്ങും? അയാൾ മുസ്ലിമിൻ്റെ കടയിൽ നിന്ന് വാങ്ങും. ഇനി എന്തുകൊണ്ടാണ് മുസ്ലിമിൻ്റെ കടയിൽ നിന്ന് വാങ്ങണമെന്ന് പറയുന്നത്? അതിനും അവിടെ കാരണം പറയുന്നുണ്ട്. ഒന്നാമത്തെ കാരണം അത് മുസ്ലിമിനെ സഹായിക്കലാണ്. 2, അത് മുസ്ലിങ്ങളുടെ ഇടയിലുള്ള ആ ബന്ധം വർദ്ധിപ്പിക്കും, അവർ തമ്മിലുള്ള ആ ഒരു ബ്രദർഹുഡ് വർദ്ധിപ്പിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ ബ്രദർഹുഡ് വർദ്ധിപ്പിക്കുക, ബന്ധം വർദ്ധിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് അത് മുസ്ലിങ്ങൾ തമ്മിൽ മാത്രം മതി എന്നല്ലേ ഈ പറഞ്ഞു വെക്കുന്നത്? അമുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ അങ്ങനെ ഒരു സംഗതിയുടെ ആവശ്യമില്ല എന്നുമല്ലേ ഈ പറഞ്ഞു വെക്കുന്നത്? അപ്പോൾ ഇത് ഒരു സന്ദേശമായിട്ട് മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഇവിടെ. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതൊന്നും പൊതുസമൂഹത്തിൽ ചർച്ചയാകാറില്ല. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മളെന്തോ മുസ്ലിം വിരുദ്ധം കൊണ്ട് പറയുന്നു, ഇസ്ലാമോഫോബിയ ആണെന്നൊക്കെ പറയും. പക്ഷേ ഇതാണ് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുന്ന, ഇതിൽ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ആ അമുസ്ലിമായിട്ടുള്ള ഇറച്ചിക്കടക്കാരൻ എന്ത് ചെയ്യും? അവസാനം അയാൾ പൂട്ടി പോകേണ്ടി വരും ഒന്നുകിൽ. അല്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യും? അയാൾ പ്യുവർ ബ്രാഹ്മിൻസ് ഇറച്ചിക്കട എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിക്കർ ഒട്ടിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് എല്ലാ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊക്കെ അപ്പുറത്തേക്ക് പോയി, എനിക്ക് കച്ചവടമില്ല, ഇനി നിങ്ങളെങ്കിലും വന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് അയാൾ സ്റ്റിക്കർ ഒട്ടിക്കേണ്ട ഗതികേട് അയാൾക്ക് വരികയാണ്. അപ്പോൾ റെസ്റ്റോറൻറ്റ്സ്, ഒരു ലോഡ് റെസ്റ്റോറൻറ്റ്സ് ഇവിടെ ഉണ്ട്. അതിലെല്ലാത്തിലും മിക്കതിൽ ഹലാൽ എന്ന് വലിയ ബോർഡ് എഴുതി വെച്ച് ആളുകളെ ആകർഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പുറത്ത് ഇങ്ങനെ ഒരു സാധ്യത കണ്ട് അവർ പ്യുവർ വെജ് എന്ന് പറഞ്ഞിറങ്ങുന്നു. ഇതിവിടെ നടക്കില്ലേ? അപ്പോൾ ഇതിൽ നമ്മൾ കാണുന്നത്, കുറ്റം പറയുന്ന സമയത്ത് ഒരു കൂട്ടരെ മാത്രം കുറ്റം പറയും. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഐഡൻറ്റിറ്റി നിങ്ങൾ എതിർക്കുന്നു, അങ്ങനെ ഈ ബ്രാഹ്മണിക്കൽ ഹെജിമണി ആയാലും എന്ത് തന്നെ സാധനമായാലും നിങ്ങൾ എതിർക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാത്രം എതിർത്താൽ പോരാ.
ആ സംഗതിയിൽ ഏറ്റവും കുഴപ്പം പിടിച്ച തരത്തിൽ ഇത് ആഗോളതലത്തിൽ പ്രസൻസ് ഉള്ള ഒരു സാധനമാണ് ഈ പറയുന്ന നമ്മളുടെ ഈ ഹലാൽ എന്ന് പറയുന്നത്. അതിനെ എതിർക്കാൻ നമുക്ക് കഴിയണം. അതിവിടെ കാണുന്നില്ല എന്നുള്ളിടത്താണ് നമ്മളത് മാത്രം എടുത്ത് പറയേണ്ടി വരുന്നത്. ഈ നമ്മൾ ഹണ്ടർ ഗാദേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അത് എല്ലാം ആളുകൾ കൂടി നിന്ന് ഒരു പോത്തിനെയോ അല്ലെങ്കിൽ ഒരു മാനെ പിടിക്കണമെങ്കിൽ ദിവസങ്ങളെടുത്ത് പ്ലാൻ ചെയ്ത് മണിക്കൂറുകളുടെ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് എന്തെങ്കിലുമൊക്കെ കഴിച്ചിരുന്നത്. ആ ഘട്ടത്തിൽ നിന്നും മാറി മനുഷ്യൻ ഇങ്ങനെ ആയത് സത്യത്തിൽ മതം വന്നതും ആളുകൾ അതിനെ ഏത് രീതിയിൽ ഭിന്നിപ്പിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. അടിസ്ഥാനപരമായി ഭക്ഷണം എന്ന് പറയുന്നത്, പാർപ്പിടം എന്ന് പറയുന്നത്, വസ്ത്രം എന്നൊക്കെ പറയുന്നത് അടിസ്ഥാന ആവശ്യങ്ങളാണ്. അതിൽ ഒക്കെയും മതം കലർത്തി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു സ്നേഹത്തിനും ഒരു ഒത്തൊരുമയ്ക്കും സാമൂഹ്യ ജീവിതത്തിനും പ്രസക്തി ഇല്ലാതെയായി മാറുകയാണ്. അത് ചിന്തിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ആരിഫൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഒരുപാട് നന്ദി ആരിഫ്. താങ്ക് യു.